ഇപ്പോൾ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജീവാനന്ദം, എന്ത് ആനന്ദമാണെന്ന് എനിക്കറിയില്ല, അത് പുതിയ പദ്ധതി. അതിനിടയിൽ ധനകാര്യ മാനേജ്മെൻറ്റ് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിന് വേണ്ടി ലോകം കറങ്ങാൻ പോയ ആളാണ് അദ്ദേഹം. സ്വന്തം പൈസയിൽ നിന്നാ, സ്വന്തം പണത്തിൽ നിന്നാണോ, നിക്ഷേപത്തിൽ നിന്നാണോ, സമ്പാദ്യത്തിൽ നിന്നാണോ ഈ ചെലവ് വഹിച്ചത്, അതോ ആരായിരുന്നു സ്പോൺസർ? ഇപ്പോഴും അതിന് ഉത്തരം വന്നിട്ടില്ല. അതിനുശേഷം നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ആരാ സ്പോൺസർ? 5 യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അദ്ദേഹം പോയത്. സംസ്ഥാനത്തെ മന്ത്രിമാർ 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാരിൻ്റെ മന്ത്രിമാർ സ്പോൺസർമാരുടെ ചെലവിൽ വിദേശത്ത് വിനോദയാത്ര നടത്തിയിട്ട് ഞങ്ങൾ ധനകാര്യ മാനേജ്മെൻറ്റ് കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. രാജ്യത്ത് മാത്രമല്ല, ഈ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യം 12, 13, 14 ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ തന്നെ വിലയിരുത്തലിൽ കേരളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കേരളത്തിൻ്റെ തന്നെ വിലയിരുത്തലായിട്ട് രേഖകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു പുരോഗതിയും ഉണ്ടായില്ല. എന്നിട്ട് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളത്തെ ഉയർത്തും. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലെ വാഗ്ദാനം. നിങ്ങളെല്ലാവരും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് സ്ഥിരമായിട്ട്. തിരുവനന്തപുരത്തെ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഏതാണ്ട് 900-ലധികം കോടി, എൻ്റെ ധാരണ 900 ആണോ 1200 കിട്ടിയോന്ന് എനിക്കറിയില്ല, സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് ആ കൊടുത്തിട്ടുള്ള പണം ഉപയോഗിച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ തിരുവനന്തപുരത്തെ റോഡുകൾ മാറ്റിയതിന് ശേഷം മുഖ്യമന്ത്രി പറയുകയാണ് രാജ്യത്തെ ഏറ്റവും പശ്ചാത്തല വികസനം, അടിസ്ഥാന സൗകര്യ വികസനമുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റും എന്ന്. തിരുവനന്തപുരത്തെയും കൊച്ചിയുടെയും സ്ഥിതി 2 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നഗരം വെള്ളത്തിലാകുന്ന, നഗരം വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന നഗരമാക്കിയിട്ട് ഈ തിരുവനന്തപുരത്തെയും കൊച്ചിയെയും മാറ്റി. പക്ഷേ അവകാശവാദത്തിന് ഒരു കുറവുമില്ല. നികുതി പിരിവിൻ്റെ കാര്യത്തിൽ 7100 കോടിയുടെ വീഴ്ചയുണ്ട് എന്ന് 2016 മുതലുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് ഈ കണക്കുകൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ബാലഗോപാലാണോ പറഞ്ഞത്, അത് കേരളമുണ്ടായ കാലം മുതലുള്ളതാണ്. 2016 മുതൽ 2020-21 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കുകളാണ് 7100 കോടി. ധനകാര്യ മാനേജ്മെൻറ്റ് ആകെ മെച്ചപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെയും അവരുടെ കാര്യത്തിലാണ്. മാത്രമല്ല, പൊതുജനാരോഗ്യ കാര്യം ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലൊന്ന് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ ഈ സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യരംഗം എവിടെ എത്തിയെന്ന് നമുക്കറിയാം. ആന ആക്രമണത്തിൽ പോലും ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത വയനാട് മെഡിക്കൽ കോളേജ്, കാട്ടാന ശല്യത്തിൽ കാട്ടാനയുടെ ആക്രമണമേറ്റ് അത് ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തൊരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുകയാണ് വയനാട്ടിൽ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവരെ കോഴിക്കോട് വരെ കൊണ്ടുവരേണ്ടി വരുന്ന സ്ഥിതിയാണ്. പക്ഷേ പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ടു എന്നാണ്. എല്ലാ വർഷവും പകർച്ചവ്യാധികൾ കേരളം മുഴുവൻ പടർന്നു പിടിക്കുന്നു. ആരുടെ ഉത്തരവാദിത്തമാണ്? ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? വന്യജീവി ആക്രമണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇത്രയും കാലമായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇത് മുഴുവൻ വായിക്കുന്നില്ല, പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഓരോ പോയിൻറ്റും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നരേന്ദ്രമോദി സർക്കാർ
കേരളത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ജനകീയ പദ്ധതികൾ, ആ ജനകീയ പദ്ധതികൾ ജൽജീവൻ മിഷൻ്റെയും ദേശീയപാത വികസനത്തിൻ്റെയും അതുപോലെ ശബരി പാതയുടെയും ഒക്കെ ഉള്ള തുക, അതൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത്, ഈ പണ്ട് ഏതൊരു തവള പറഞ്ഞു എന്നാണ് കേട്ടത്, ഞാനും മുതലേച്ചനും കൂടിയിട്ട് അല്ല എന്താ ഞാനും മുതലേച്ചനും കൂടി പോത്തിനെ പിടിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന നിർലോഭമായിട്ടുള്ള പിന്തുണയും സഹകരണവും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ മുഴുവൻ സ്വന്തം ക്രെഡിറ്റിലാക്കാൻ, എന്നിട്ടൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ. മാത്രമല്ല, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നീട് ബോധ്യമായത്. അതായത് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് പല കാര്യങ്ങളുടെയും നിലവിലുള്ള സ്ഥിതിയെക്കുറിച്ച് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം പ്രോഗ്രസ് ഇല്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ട്, അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അത് വലിയ നേട്ടമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ മേനി നടിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ തൊലിക്കട്ടി വേണം. മാത്രമല്ല, ഇത്രയും വലിയ ഭീമമായിട്ടുള്ള പരാജയം, ആ പരാജയം ഏറ്റിട്ട് പോലും വസ്തുതകൾ തുറന്ന് സമ്മതിക്കാൻ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാതെ പകരം ജനങ്ങളുടെ മുന്നിൽ മേനി നടിക്കാൻ ശ്രമിക്കുന്നത്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഇത്രയും തൊലിക്കട്ടി മുഖ്യമന്ത്രിക്ക് വേണോ എന്നുള്ള കാര്യവും കൂടി ജനങ്ങൾ ആലോചിക്കും.